2 ദിവസത്തിനിടെ 2 ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അപൂർവമായ ദൗത്യത്തിനാണ് എറണാകുളം ലിസി ആശുപത്രി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിച്ചത്. അങ്കമാലി സ്വദേശിയായ 28 വയസ്സുകാരന് 15ാമത്തെ വയസ്സിലാണ് ഈ അസുഖം, അപൂർവമായ കവാസാക്കി അസുഖം കണ്ടെത്തുന്നത്. ഹൃദയത്തിൻ്റെ രക്തധമനികളെ ബാധിക്കുന്ന അസുഖമാണ്. വാൽവുകൾ ചുരുങ്ങുകയും കാലക്രമേണ രക്ത ഒഴുക്ക് കുറയുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. നെഞ്ചുവേദനയെ തുടർന്ന് 15ാമത്തെ വയസ്സിൽ നടത്തിയ പരിശോധനയിലാണ് ഈ അപൂർവ രോഗം കുട്ടിക്ക് സ്ഥിരീകരിക്കുകയും തുടർ ചികിത്സകളുമായി കുടുംബം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. മൾട്ടിപ്പിൾ മരുന്നുകൾ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും ഹാർട്ടിൻ്റെ പമ്പിങ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ആയിട്ട് വേണ്ടി വരും. അതിൻ്റെയൊക്കെ റിക്വയർമെൻറ്റ് ആവണിയെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ചേ ഉള്ളൂ, വളരെ മിതമായ രീതിയിലുള്ളൂ. വേറെ എക്യുപ്മെൻസിൻ്റെ സപ്പോർട്ട്, വെന്റിലേറ്റർ അല്ലാതെ വേറെ എക്യുപ്മെൻസിൻ്റെ സപ്പോർട്ടില്ല. അപ്പം വളരെ ഒരു സാറ്റിസ്ഫൈങ് ഒരു സ്റ്റേബിൾ സിറ്റുവേഷൻ നമുക്ക് പറയാം. 2012 ബൈപ്പാസ് സർജറി നടത്തുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം ആൻജിയോപ്ലാസ്റ്റി നടത്തേണ്ടി വരുന്നു. അങ്ങനെ അതിസങ്കീർണമായ ആരോഗ്യ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷമാണ് 28ാമത്തെ വയസ്സിൽ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേക്ക് ചെറുപ്പക്കാരൻ കടക്കുന്നത്. അതൊരു പ്രതീക്ഷയുടെ ദിവസമായിരുന്നു ആ കുടുംബത്തിന്. കൊല്ലം സ്വദേശിനിയായ 13 വയസ്സുകാരിക്ക് 3 വർഷം മുമ്പാണ് രോഗനിർണയം നടത്തുന്നത്. ഹൃദയത്തെ ബാധിക്കുന്ന ഡയലേറ്റഡ് കാർഡിയോമയോപ്പതിയാണ് കുട്ടിയിൽ സ്ഥിരീകരിച്ചത്. തുടർച്ചയായ പനിയുണ്ടായിരുന്നു. അതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ അസുഖം കണ്ടെത്തുകയും തുടർ ചികിത്സകൾ നടത്തുകയും ചെയ്തത്. 3 വർഷം അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി രജിസ്റ്റർ ചെയ്ത് കാത്തിരുന്നു. അങ്ങനെയുള്ള കാത്തിരിപ്പിനിടയിലാണ് ഇപ്പോൾ ഇന്നലെ അങ്കമാലി സ്വദേശിയുടെ ഹൃദയം ആ കുട്ടിയിലേക്ക് ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെക്കുകയും അത് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്യുന്നത്. ചില ആളുകൾ പറഞ്ഞു കേട്ടു, എന്താ പറയുന്നത്, ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷം പോലും ആളുകൾ ജീവിക്കുന്നില്ല എന്നുള്ളത്. അതേസമയം നമ്മുടെ തന്നെ 2013 ആദ്യമായിട്ട് ഇവിടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടന്നതും ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടന്ന രോഗികൾ ഇപ്പോഴും 12 വർഷത്തിന് ശേഷവും ജീവിക്കുന്ന ആളുകളുണ്ട്. കൊച്ചിയിൽ നിന്ന് റിയ, മാതൃഭൂമി ന്യൂസ്.